ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വേദന സംഹാരിയായിട്ടും അവർക്ക് നല്ല ഗുണകരമായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. അത് ഒറിജിനലാണ്, ഇതിനകത്തൊരു മായമില്ല മന്ത്രവുമില്ല. അങ്ങനെ നമ്മളെടുത്ത് വരുന്നതാണ് സമ്പൂർണ്ണ ചക്കയുടെ എല്ലാം ചേർത്തുള്ള സമ്പൂർണ്ണ. പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് പരുവം. അല്ലല്ല, അത് കുഴപ്പമില്ല, തുന്നിച്ച് നോക്കിയത് നേരത്തെ. അത് 562 രൂപയ്ക്കുണ്ട്. സുന്ദര ചേട്ടാ, ഇങ്ങോട്ട് വാ. പുതിയ സംരംഭം തുടങ്ങി. പുതിയ സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഔട്ട്ലെറ്റ് നമ്മുടെ ചക്കയുടെ മെയിനായിട്ട് നമ്മൾ പച്ചക്കറി ആണെങ്കിലും നമ്മൾ ചക്കയും കൂണ് ഇതൊക്കെ ആയിട്ടുള്ള മെയിനായിട്ട് ഐറ്റമായിട്ടാണ് ചെയ്യുന്നത്. ചക്കയുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ അതിനൊരു ഔട്ട്ലെറ്റായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ ചക്കയാണ്. ഇത് കണ്ടില്ലേ, ചക്കയുടെ ഒരു മൊത്തത്തിൽ ഒരു ചക്കയുടെ വെറൈറ്റി തന്നെ ഇഷ്ടം പോലെ ചക്കയുണ്ട്. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും കിട്ടുന്ന എല്ലാ ദിവസവും ഇവിടെ ചക്ക കിട്ടും. പഴുത്ത ചക്കയും പച്ചച്ചക്ക, പഴുത്ത ചക്ക ഉണ്ടാവും. പിന്നെ പച്ചക്കറിയൊക്കെ നാടൻ പച്ചക്കറിയാണ്, എല്ലാം നാടൻ. നമ്മുടെ പറമ്പിലുള്ള എല്ലാ ദിവസവും തനി നാടൻ വേണ്ടുന്നവർക്ക് ഇവിടെ വരാം. നമ്മുടെ പറമ്പിൽ പിടിക്കുന്ന അത് തന്നെ അന്നന്ന് പറിച്ചുകൊണ്ട് വരുന്ന നാടൻ ഐറ്റങ്ങളാണ്. പയറായാലും പാവയ്ക്കായാലും കപ്പയ്ക്കായാലും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ അകത്ത് നമ്മുടെ ചക്ക കൊണ്ടുള്ള പൊടി ഐറ്റങ്ങൾ ഒരുപാടുണ്ട്. അതൊന്ന് കണ്ടാലോ? നമ്മുടെ എഫ്പിഒയുടെ ഔട്ട്ലെറ്റ് പിന്നെ കേരള ഗവൺമെൻറ്റും പിന്നെ എഫ്പിഒ എന്ന് വെച്ചാൽ ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനിയും കൂടെ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് നടത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംരംഭമാണിത്. ഇത് ഒരു വർഷമായിട്ട് നടന്നു വരുന്നതാണ്. പക്ഷേ ഇത് ഭാഗ്യമായിട്ട് ചില നിന്നു പോകേണ്ടി വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട്. അതിപ്പോൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഇപ്പം വളരെ മനോഹരമായിട്ട് എല്ലാ കർഷകർക്കുള്ള ഉൽപ്പന്നങ്ങളെല്ലാം എടുക്കുകയും വേണ്ടുന്ന മിതമായ നിരക്കിൽ നമുക്ക് കൊടുക്കുവാനും കഴിയുന്നു. അതുകൊണ്ട് വിഷരഹിത പച്ചക്കറിയും മറ്റ് സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പിന്നെ നമ്മുടെ പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ നാടൻ ശീതള പഴങ്ങൾ, ഇതൊക്കെ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കർഷകരുടെ വരുമാനം ഇരട്ടി കൊണ്ട് വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനി എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത്. ഇതെന്ന് പറയുമ്പോൾ 13 കൃഷിഭവന്റെ നേതൃത്വത്തിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ കർഷകർക്ക് വേണ്ടി നടത്തുന്ന ഒരു മഹാസംരംഭമാണ് ഇത്. കർഷകർക്ക് വളരെ കൂടുതൽ ഗുണപ്രദമാണ്. ഇത് വളരെ കൂടുതൽ നാട്ടുകാരും മറ്റ് ആൾക്കാരും എല്ലാം കൂടെ പ്രോത്സാഹിപ്പിച്ച് ഇതിനെ വൻ വിജയമാക്കി തീർക്കണം എന്നാണ് എനിക്ക് ഈ സംരംഭത്തിൽ പറയാനുള്ളത്. പാവയ്ക്ക 120. ഒന്നുകൂടെ തൂക്കാം. 120. മോളെ ബോർഡെടുത്തൊന്ന് എഴുതി വെക്കോളെ. മേടിക്കാതെ അല്ല, ഇവിടായിട്ട് പച്ചക്കറി മേടിക്കാനായിട്ട് വന്നതാണ്. അവിടെ പടിഞ്ഞാറേ മുക്കി പോകാൻ വന്നതാണ്. എന്നും അത് ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇരട്ടി ചെക്കാണോ? അതെല്ലാം ഉണ്ടോന്ന് നോക്കൂ. ഇതെല്ലാം ഉണ്ടോന്ന് കൂണുണ്ടോ? ഏറ്റവും ഗുണകരമായ ഒരു സ്ഥാനമാണ് ഇത്. കഴിച്ചു നോക്കണം. ഇതാണ്ടേ, ഇത് കഴിച്ചു നോക്ക്. തിരിക്കട്ടെ, കഴിച്ചോ? എന്നിട്ട് അതൊന്നുകൂടെ കഴുകി എടുത്തിട്ട് പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ തണ്ട് അവിടെ വീട്ടിൽ ഒടിച്ച് കുത്തുക. അതിൻ്റെ നമ്മൾ മുരിങ്ങയാണല്ലോ തോരൻ വെക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ തെക്കും. ഇത് വെറുതെ കൊണ്ടുവന്ന് ഇട്ടാലും അത് കിളിക്കും. അന്നേരം നമ്മുടെ ആവശ്യത്തിന് എന്നും കിട്ടും. ഗ്രോബാഗിനകത്തൊക്കെ വെക്കാമെങ്കിൽ മണ്ണ് പറ്റാതെ കിട്ടും. ശരിയെന്നാ. ഈ ചുക്ക്
ഈ ചുക്കുപൊടി എല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മുടെ ട്രയറിനകത്ത് ഉണക്കി ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് ഒറിജിനൽ ഒരു മായമില്ല. എത്ര നാൾ നിൽക്കും? ഇത് ഒരു വർഷം വരെ നിൽക്കും. ഒരു വർഷം വരെ ഒരു കേടും വരുന്നില്ല എന്നുള്ളതാണ്. പൊടിയും അങ്ങനെ പൊടി അങ്ങനെ ഇതിനകത്തൊന്നും കെമിക്കലോ മറ്റൊന്നും ഇല്ല. നമ്മൾ തനി നാടനായിട്ട് തന്നെ എല്ലാം ചെയ്തെടുക്കുക. ട്രയറിന് ഡീഹൈഡ്രേറ്റർ മെഷീൻ ട്രയറുണ്ട്, അതിനകത്ത് ഉണക്കിയെടുക്കുന്ന. അപ്പം വെയിൽ പോലും കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് ഉണങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാനുള്ളൊരു പ്രചോദനം എന്തൊരു? അത് നമ്മൾ വല്ലത്ത് ഒരു ഔട്ട്ലെറ്റ്, നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങിയായിരുന്നു കഴിഞ്ഞ 17-ാം തീയതി. നമ്മുടെ മന്ത്രി ബാലഗോപാൽ സാറ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇതെല്ലാം അവിടെ വെച്ച് ഇതെല്ലാം സെയിലൂടെ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു ഔട്ട്ലെറ്റ് വേണമെന്നുള്ള അന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമുക്കിവിടെ ഇങ്ങനെ FPOയുടെ ഒരു ഷോറൂം കൂടെ ഉണ്ടായിരുന്നു. അത് കുറേ കാലം കൊണ്ട് അടഞ്ഞു കിടന്ന അത് നമ്മളെടുത്ത് നല്ല വിശാലമായിട്ട് ഇപ്പം കണ്ടില്ല, അല്ല ഇത് മൊത്തം ചെയ്ത് അതിലാണ് ഇത് നടക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഇതെല്ലാം എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. ചക്കയുടെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ പറമ്പിലാണ് കൂടുതലും. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അതല്ല മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് പിച്ചാനുണ്ടാവും. പച്ചക്കറി ഐറ്റങ്ങളെല്ലാം പിച്ചാനുണ്ട്. പിന്നെ നമുക്ക് പോരാതെ വരുന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ അടുത്തുള്ള ആളുടെ വിപണിയിൽ നിന്ന് നമുക്ക് കുറവ് വന്നാൽ നമ്മൾ എടുക്കും. ബാക്കിയെല്ലാം നമ്മുടെ പുരയിടത്തിൽ നിന്ന് തന്നെ പറിക്കുന്നത്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോ? പച്ചക്കറി വാങ്ങിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പുതിയൊരു സംരംഭം? പുതിയൊരു സംരംഭം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് നീങ്ങും. എന്നുവെച്ചാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ തന്നെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് അത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിപണിയിൽ വിൽക്കുകയാണ്. അതേപോലെ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ക്യാഷ് വാങ്ങിക്കുക. ആ രീതിയിലൊരു മാർക്കറ്റും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നവരാണ്. കാർഷിക മേഖലയിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ കർഷകർക്ക് വളം കൃത്യമായിട്ട് സബ്സിഡി ഇനത്തിൽ കിട്ടണം. ആ സബ്സിഡി ഇനത്തിൽ കിട്ടുന്ന വളം അവർക്ക് കാർഷിക മേഖലയിൽ അത് ഉപയോഗിക്കാം. ആ രീതിയിലൂടെയുള്ള പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഉണ്ടായാൽ അവർക്ക് കർഷകർക്ക് മുന്നോട്ട് നീങ്ങുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കഴിയും. ആ ഒരു രീതിയിൽ കാർഷിക മേഖല പുനരുജ്ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ. ചക്കയുടെ സമ്പൂർണ്ണ എന്ന് പറയുന്നൊരു പൊടിയാണ്. നമ്മൾ വേറെ ഇവിടെ ഒന്നും ഇല്ല. നമ്മളിവിടെ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇവിടെ കിട്ടും ചക്കയുടെ സമ്പൂർണ്ണ. എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ വിവിധ തരം ഐറ്റങ്ങളുണ്ട് ചക്കയിൽ നിന്ന്. അതിന് ഓർഡർ തന്നു കഴിഞ്ഞാൽ നമ്മളത് പ്രത്യേകം എടുത്ത് തരും. എങ്ങനെ വില എങ്ങനെയാണ്? ഇതിപ്പോൾ 1200 രൂപ. നമ്മളിപ്പോൾ അത് 1000 രൂപയ്ക്ക് ഇവിടെ കൊടുക്കും. ഇപ്പോൾ അത് ഒരു കിലോയ്ക്ക് 1200 രൂപ വിലയുണ്ട്. പക്ഷെ നമ്മുടെ ഔട്ട്ലെറ്റിൽ നമ്മൾ തുടക്കമായതുകൊണ്ട് ഒരു 1000 രൂപ വെച്ച് ഇപ്പോൾ കൊടുക്കും. അപ്പോൾ നമ്മൾ തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത്? അതെ, നമ്മൾ തന്നെ. നമുക്ക് ട്രയറുണ്ട്. ഇത് ഉണക്കി എടുക്കാനുള്ള പ്രത്യേകം ട്രയറുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? വേറെ നമ്മൾ ഏത്തക്കയുടെ പൊടിയുണ്ട്, ഏത്തക്കയുടെ ഉണക്കിയതുണ്ട്, വറ്റലുണ്ട്. എല്ലാം നമ്മൾ വീട്ടിൽ തനി വെളിച്ചെണ്ണ തന്നെ, കേരയുടെ വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ അമ്പലത്തുംകാലയിലാണ് ഈ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കയുടെ പൊടി കിട്ടും. കിലോ 1200 രൂപയാണ്. ഇപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതെല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. പിന്നെ ചുക്കുണ്ട്, ചുക്ക് പൊടിയുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്.